ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഹിഡൻ ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം കാര്യങ്ങള് അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പ് ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അവര് ഉള്ളുകൊണ്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണോ, അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ അവർ നിങ്ങളിലേക്ക് പുറമേ കാണിക്കുന്നത്? ഈ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ യഥാർത്ഥമായിട്ട് തന്നെ ഉള്ള ഒരു ഫീലിങ്സ് ആണോ? എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത്, അതായത് അവരുടെ മനസ്സിലേക്കാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Hanged Man, 9 of Wands, 3 of Cups, 3 of Pentacles, Fool energy, 8 of Wands, King of Cups, Judgment, Ace of Swords, Ace of Cups, Chariot, Queen of Pentacles, 6 of Cups, 5 of Swords, Star energy, 5 of Wands, 10 of Swords, King of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാ രീതിയിലും ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയോ ഒരുപാട് ഫിയർ, ഭയങ്ങളൊക്കെ ഇവരിങ്ങനെ നിരന്തരമായിട്ട് അലട്ടുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോലും പാസ്റ്റിൽ കഴിഞ്ഞിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ ഇവർ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയൊക്കെ ഇവരുടെ ഉള്ളൊരു ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഭയത്തിനെയെല്ലാം മറികടന്ന് മുന്നോട്ടേക്ക് എന്ത് വന്നെങ്കിലും വന്നോട്ടെ, ഞാൻ അതിനെ നേരിടാം എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവര് ഒരുപാട് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് ലൈഫിൽ പെരുമാറുന്ന വ്യക്തികളാണ്. അവരിപ്പോ ഭയങ്കരമായ ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായ ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് അവർ അലട്ടുന്നുണ്ട്. മൈൻഡ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവര് അവരുടെ ഇമോഷൻസ് ഉള്ളിലുള്ളതാണോ നിങ്ങളിലേക്ക് എന്നുള്ളത് നോക്കുമ്പോൾ സ്നേഹം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നത്. അവരെ ബ്ലെയിം ചെയ്യാൻ, സ്വയം ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ വരുത്തിയവരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് തുറന്നു പറയാനുള്ള ഒരു മടി അല്ലെങ്കിൽ ആ ഒരു ഈഗോ, അതിന്റെയൊക്കെ ഭാഗം കൊണ്ടിട്ട് നിങ്ങളോട് ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചോദിക്കാനായിട്ട് പോവില്ല. അപ്പൊ അങ്ങനെയൊക്കെ പെരുമാറുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിലവിൽ അവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊരു മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് നിങ്ങളുടെ പേഴ്സണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായ ഒരു ഫിയർ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇവര് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച്, ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളായിരിക്കാം, പക്ഷെ വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ എല്ലാം കൂടെ വന്നിട്ട് വീണ്ടും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. അത് പിന്നീട് ഒരു ഫിയർ ആയിട്ട് മാറും.
അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് അവർ ഈ വേദനകളിലേക്ക് വീണ്ടും പോകുന്നത്. അതുപോലെ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിയ വ്യക്തികളാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അറിയാനായിട്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി അറിയുക. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട്ട് പറയുകയില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു രീതിയുള്ള പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേജിലും ഇവര് ഭയങ്കരമായിട്ട് നിങ്ങളോട് ദേഷ്യം, കാര്യങ്ങള്, വൈരാഗ്യം, വെറുപ്പ് ഇതെല്ലാം കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവരുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവരുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യങ്ങള് അത് തന്നെയാണോ? എന്താണ് അവർ ആക്ച്വലി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മനസ്സിലുള്ള ആ ഒരു ഹിഡൻ ഫീലിങ്സ് അത് എന്താണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴേക്കും പരസ്പരം ആ ഒരു സോൾ കണക്ഷൻ ആണ്. ഇവർ എത്രയും നിങ്ങളെ മാറ്റി നിർത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർ തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ ഒരു സോൾ പാർട്ട്ണർ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാം കൊണ്ടും യോജിച്ച ഒരു പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നന്നായിട്ട് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നേരത്തെ കുറച്ചധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവര് നിങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് ഇവരുടെ ഉള്ളിലേക്ക് ഒരു ഫിയർ, ഒരു ഭയമായിട്ട് കയറിയിരിക്കുകയാണ്. പിന്നീട് ചിലപ്പോൾ നിങ്ങൾ അത് കൺവിൻസ് ചെയ്യാനും സംസാരിക്കാനും സോൾവ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇവരിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ട്, തെറ്റിദ്ധാരണകളാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തെറ്റിദ്ധരിച്ചിട്ട് അവരിങ്ങനെ തിങ്ക് ചെയ്ത് കൂട്ടി അതിങ്ങനെ തലയിലെടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ഫ്രസ്ട്രേഷനിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ പുറത്തു നിന്നുള്ള എനർജീസ് കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള എനർജീസ് എന്ന് പറയുമ്പോഴേക്കും തേർഡ് പാർട്ടി എനർജിയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികളായിട്ടോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ അവർ എന്തൊക്കെയോ അവിടെയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളും അവരെ അലട്ടുന്നത് കൊണ്ടിട്ടും അതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും അവരുടെ ഉള്ളിൽ ഫിയർ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തില് ഒരു കമ്മ്യൂണിക്കേഷൻ, ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, ആദ്യ സമയത്തൊക്കെ അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്കൊക്കെ വന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഡിവൈൻ കണക്ഷനും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു സോൾമേറ്റ് എനർജി ഉള്ള വ്യക്തികളാണ്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുമ്പോഴും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് എനർജി ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു മദർ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ള ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി ലൈഫ് ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരാവാനും സാധ്യതകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു നിലച്ചു പോയിരിക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആയിരിക്കും. അതോടൊപ്പം ഈ ഒരു വ്യക്തിയുടെ ഇങ്ങനത്തെയുള്ള പെരുമാറ്റവും നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കാം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ നോക്കി തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് മാറിപ്പോയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മാറിപ്പോവുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവർ ഹിഡൻ ആയിട്ടാണ് വെച്ചിരിക്കുന്ന ഫീലിങ്സ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവരുടെ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികൾ എല്ലാം മാറിയിട്ടുണ്ട്. പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇവർക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം, അതുപോലെ ഭയങ്കരമായ ഒരു റിഗ്രറ്റ് ഫീൽ, ഇതെല്ലാം അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഈ റിലേഷൻഷിപ്പില് ഇവര് നിങ്ങൾക്ക് നീതി തരേണ്ട വ്യക്തികൾ തന്നെയാണ്. നീതിപൂർവം തന്നെ ഇവർ പ്രവർത്തിക്കണം, അതെല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഇപ്പൊ ഇവർ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടും ഭയങ്കരമായ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ ആ ഒരു കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നത് കൊണ്ടിട്ട് ഇപ്പൊ തേർഡ് സിറ്റുവേഷൻ ഒക്കെ എന്ന് പറയുമ്പോഴേക്കും തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർ അവിടെയല്ല ഫോക്കസ് ചെയ്യുന്നത്.
അവർ അങ്ങോട്ടേക്ക് അധികം ഫോക്കസ്ഡ് ആവുന്നില്ല. അവർ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ അവർക്ക് ഓടിത്തളർന്ന് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മതിയായി. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് വഴക്കുകളും വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയിരിക്കാം. ഇപ്പോഴും ഉണ്ടാവുന്നുണ്ടാവും, ചിലപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ടയേർഡ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവരത് പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്. ഭയങ്കര ധൈര്യത്തിൽ നിങ്ങളോട് ഇപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇതാണ് അവസ്ഥ. അവർ ഭയങ്കരമായിട്ട് ടയേർഡ് ആണ്, ക്ഷീണിതനാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ്. അവർക്ക് ഇനിയും പോരാടാൻ വയ്യ, ഇനിയെങ്കിലും ഇതിനകത്തൊരു മാറ്റങ്ങൾ വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പഴയ സോൾ കണക്ഷനിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരണം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളെ കൺവിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞു തീർത്തതിന് ശേഷം ഇത് മുന്നോട്ടേക്കൊക്കെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഇവരിൽ ഈ ഒരു ചിന്തകളൊക്കെ വരാൻ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ആദ്യം ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യം തന്നെയായിരിക്കാം. കാരണം നിങ്ങളും ചിലപ്പോൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ പതുക്കെ പതുക്കെ ഇവരുടെ എനർജിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതിന്റെ കാരണം ഇവർക്ക് ചുറ്റിനും നടക്കുന്ന ജീവിതങ്ങൾ, അതിപ്പോ ഇവരുടെ കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പൊ ആ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ ഇവര് തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റങ്ങൾ വേണം. ഇവർക്കൊരു സമാധാനപരമായ രീതിയിലേക്ക് റിലേഷൻഷിപ്പിൽ ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ലഭിക്കുമായിരിക്കും എന്നൊരു ചിന്തയും അവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു തുറന്ന സംസാരത്തിന്, വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒരു തുറന്ന സംസാരത്തിന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ്. അതിന് വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യസന്ധമായ രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് അവരുടെ ചിന്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളു കൊണ്ടിട്ട് അവർ ഹൈഡ് ചെയ്യുന്ന ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ചിന്തകൾ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ കണക്ട് ആവുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളെ ബ്ലെയിം ചെയ്യേണ്ടി വരുന്നതിൽ അവർക്കൊരു കുറ്റബോധം ഇവിടെ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ചെയ്ത പ്രവർത്തികൾ അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ചെയ്തു പോയതോ ആയ പ്രവർത്തികൾ നിങ്ങളിലേക്ക് ഒരു ദേഷ്യമായിട്ട് ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും മാറി നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കരമായി ടയേർഡ് ആണ് അല്ലെങ്കിൽ സ്വയം വേദനിക്കുന്നുണ്ട്. അവർക്കറിയാം ഈ ഒരു സമയത്ത് അവര് പറയുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് ഭയങ്കര വലിയൊരു വേദനയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് നല്ല രീതിയിൽ ഇവിടെ മനസ്സിലാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സമയം ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പോഴല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു person ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത് അവർ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറയുന്നു, ഇതൊക്കെ genuine ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും genuine ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല നമുക്ക് spread ൽ വരുന്നത്. അത് മാത്രമല്ല ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഇവർ എന്തൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവരെ വിട്ടു പോകില്ല. അത് അവരുടെ ഒരു പ്രതീക്ഷ തന്നെയാണ്, അവരുടെ hope ആണ്. അതിന്റെ കാരണം അവർക്ക് എന്ന് മുതലാണോ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അന്ന് മുതൽ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് അവർ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഈ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത്. പക്ഷെ ഇവരുടെ ഓവർ തിങ്കിങ് ആണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇവർ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൂട്ടിയിട്ട് ഓവർ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിനെ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികൾ, അതാണ് കറക്റ്റ് മീനിങ്. അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റീഡിംഗ് റെസനേറ്റ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്രെഡ് ആണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്.
ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ പോലും ചിന്തിച്ചു കൂട്ടി തെറ്റിദ്ധാരണകൾ നിറച്ചിട്ട് നിങ്ങളിൽ നിന്ന് സ്വയം അകന്നു മാറുന്ന ഒരു പേഴ്സൺ. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം, ഇവര് ചിലപ്പോൾ ബാക്കിലേക്ക് മാറുകയായിരിക്കും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും എല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അവരായിട്ട് തന്നെ ഇപ്പൊ tired ആയി നിൽക്കുന്നത് കൊണ്ടിട്ടും ഭയങ്കരമായിട്ടൊരു frustration അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടിട്ടും അവർക്കൊരു healing ആവശ്യമാണ്. ഇവിടെ ഒരു transformation healing ഇവർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു universal mother ന്റെ നമ്മൾ already പറഞ്ഞായിരുന്നു, ആ ഒരു universal mother ന്റെ blessing ഉള്ള ബന്ധമാണ് നിങ്ങളുടേത് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്കിടയിൽ ഒരു soulmate energy ഉള്ളത് കൊണ്ടും പൂർണ്ണമായിട്ടും പിരിഞ്ഞു പോകേണ്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിലച്ചു പോകേണ്ടതോ ആയ ഒരു ബന്ധമല്ല നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ബാഡ് കർമ്മ സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് ഈ ഒരു വ്യക്തിയുടെ എനർജിയിലാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം വേണം എന്നുള്ള രീതിക്ക് മനസ്സിനെയൊക്കെ എന്തായാലും എത്രത്തോളം ഓവർ തിങ്കിങ് ആണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവരുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു ഹിഡൻ തോട്ട്സ് കാര്യങ്ങൾ ഫീലിങ്സ് ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നോക്കുമ്പോൾ വരുന്നത് ആത്മാർത്ഥമായിട്ട് നീതിപൂർവ്വം തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ വന്ന് കണക്ട് ആയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എന്തെങ്കിലും മെസ്സേജസ് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ദേഷ്യ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവർ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. forgiveness ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. chaser, time, destiny, sabotage, unsatisfied, guilty, inseparable, missed opportunity, neglected. ഡേ ഡ്രീമിംഗ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഡേ ഡ്രീമിംഗ് ആണ്. എന്ന് വെച്ചാൽ പകൽ സമയത്ത് പോലും നിങ്ങളുടെ ഓർമ്മകൾ ഇവരെ അലട്ടുന്നുണ്ട്. ഇവരെപ്പോഴും നിങ്ങളെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഒരിക്കലും ഇവരെ വിട്ടു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഇവരുടെ ഒരു വിശ്വാസമാണ് നിങ്ങൾ പൂർണ്ണമായും വിട്ടു പോകില്ല എന്നുള്ളത്. അത് അവരുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഹോപ്പ്, പ്രതീക്ഷ. ഇനി നിങ്ങൾ വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവർ എത്രയൊക്കെ നിങ്ങളോട് എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇല്ലാത്തൊരു നിമിഷം ഇവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. അത്രത്തോളം മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു അടുപ്പം ഇവർക്കുണ്ട്. അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സോൾ കണക്ഷന്റെ തന്നെയാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളോട് ഒരുപാട് വാക്കുകൾ കാര്യങ്ങൾ എല്ലാം തന്നിട്ട് ഇവർ ഒരു വാക്കും പാലിക്കാതെയൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം ഇവിടെ തോന്നുന്നുണ്ട്. അവർ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ സമയത്താണ് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന, സ്നേഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഇവരും അനുഭവിക്കുന്നുണ്ട്. തിരിച്ചറിവുകൾ ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ forgiveness ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും അവർ തന്നെ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ട് നിൽക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അപ്പൊ അത് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരു forgiveness നടത്താൻ അവർ തയ്യാറാണ്. മനസ്സുകൊണ്ടൊരു കുറ്റ സമർപ്പണം അല്ലെങ്കിൽ ആ ഒരു ക്ഷമാപണം നടത്തുക അത് വളരെ പെട്ടെന്ന് വേണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഇവര്. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരായിക്കൊള്ളട്ടെ നിങ്ങൾ മാറി നിൽക്കുന്നവരായിക്കൊള്ളട്ടെ നിങ്ങൾ മറ്റാരോടെങ്കിലും മിണ്ടുകയോ സംസാരിക്കുകയോ കൂടുതൽ അടുത്ത് ഇടപഴകുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരിക്കലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവർക്ക് ഇനിയും ചേസ് ചെയ്ത് നടന്നു മതിയായി.
ഇനി അവർക്ക് ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ടൈമാണ്. ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. ഇപ്പൊ തന്നെ ഇത് ഒരുപാട് ലേറ്റ് ആയി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു. ഓരോ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന സമയത്തൊക്കെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അവരായിട്ട് തന്നെ അതൊക്കെ മിസ് ചെയ്ത് മാറ്റി കളഞ്ഞു. എന്നാൽ ഇനിയെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം. ആ ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ആ ഒരു എല്ലാ രീതിക്കുമുള്ള ആ ഒരു ലോങ് ടേം ആയിട്ട് കൂടെ വേണ്ട വ്യക്തികൾ. ആ ഒരു റൈറ്റ് പാത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ ലൈഫിൽ തന്നെ അവർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എല്ലാം വന്നപ്പോൾ അവരായിട്ട് തന്നെ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞവരാണ്. അപ്പൊ ലൈഫിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ലഭിക്കുന്നില്ല. അവരുടെ തീരുമാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എടുത്തുചാട്ടം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ കാര്യങ്ങളിൽ അവർ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവരായിട്ട് തന്നെയാണ് എല്ലാ ഡാമേജസും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഈ രീതിക്കേക്ക് ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ഇവർ വേണ്ട എന്ന് വെച്ച് മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ എന്തൊക്കെ വാക്കുകൾ കൊണ്ടാണോ നിങ്ങളെ വേദനിപ്പിച്ച് മാറ്റി നിർത്തിയത്, അതേ സ്ഥലത്ത് തന്നെ ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് ആ ഒരു forgiveness നടത്തി വീണ്ടും നിങ്ങളെ ചേർത്ത് നിർത്തുക. അവർക്ക് നിങ്ങളെ വേണം. കാരണം അല്ലെങ്കിൽ അവര് അവരുടെ ലൈഫിൽ തന്നെ ഇപ്പൊ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ അത്രയും നല്ല സപ്പോർട്ട് ഒക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാ രീതിക്കും വേണമെന്ന് അവർ ചിന്തിക്കാൻ കാരണം. ഒന്ന്, നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ. രണ്ട് എന്ന് പറയുന്നത് അവർ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനത്തേക്ക് ഒരു സ്റ്റേജ് ആയതുകൊണ്ടിട്ടും നിങ്ങൾ ഒരിക്കലും വിട്ടു പോവാനായിട്ട് അവർ തയ്യാറല്ല. അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഇൻസെപ്പറബിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തമ്മിൽ ആ ഒരു സെപ്പറേറ്റഡ് ആക്കാനായിട്ട് ആരൊക്കെ വിചാരിച്ചാലും സാധിക്കില്ല. അതൊരു താൻ സ്വയം ആണെന്നുണ്ടെങ്കിലും ഒരുക്കമല്ല. ഈ ഒരു ഡിസ്റ്റൻസ്, അതിപ്പോ ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഡിസ്റ്റൻസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വേറെ വേറെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു അകൽച്ചയ്ക്ക് അവസാനം വരേണ്ട ഒരു സമയം മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആക്ഷൻ എടുക്കാൻ തയ്യാറാണെന്നുള്ള മെസ്സേജ് അവർ നിങ്ങളോട് പറയാണ്. അതുപോലെ അവരാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് വേദനകളിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. നിന്നെപ്പോലെ ഞാനും വിഷമിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് നിന്നിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഇവർക്ക് കുറച്ച് സ്ട്രോങ് ആയത് കൊണ്ടിട്ടായിരിക്കാം പെട്ടെന്ന് അവരിൽ ആ ഒരു മാറ്റങ്ങൾ കാണിക്കാത്തത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ചിന്താഗതികളുടെ മാറ്റങ്ങൾ, അവർ ആ ഒരു ഈഗോ നിങ്ങളുടെ മുന്നിലേക്ക് മുട്ടുമടക്കുക എന്നുള്ളതല്ല, പകരം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടിട്ട് അവർ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, ആ ഒരു രീതിയിലേക്ക് കൂടെ എത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ട്രിവാൻഡ്രം, ഉത്രം, 1986, 31, 44, December month, Capricorn, 22, 40, ആയില്യം, P എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ, S, 32, ഭരണി, വിർഗോ, ഏരീസ് ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ വ്യക്തിയായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.